ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം അതുപോലെ പ്രാർത്ഥനയ്ക്ക് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് ഇഡലിയും സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് ദിവസമായിട്ട് പുട്ട് ഉപ്പുമാവും ഒക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു കൊല പഴുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് തീരുന്നവൻ വരെ പുട്ടും ഉപ്പുമാവിലൊക്കെ ഇങ്ങനെ ഓടി. ഇന്നിനിപ്പോൾ എന്തായാലും ഇഡലി സാമ്പാറുമാണ്. ഇഡലി അങ്ങനെ 2-3 തട്ടൊക്കെ ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം സാമ്പാർ നമ്മൾ ചെറിയ രീതിയിലുള്ള സാമ്പാർ ഉണ്ടാക്കുന്നുള്ളൂ. ഒരുപാട് സാമ്പാർ ഉണ്ടാക്കിയാൽ അത് 2 ദിവസമൊന്നും ഇവിടെ ആർക്കും അത്ര താല്പര്യമില്ല. അതുകൊണ്ട് അന്നന്ന് ഉണ്ടാക്കുന്ന സാമ്പാർ മതി. അതിന് കുറച്ച് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ. അതിൻ്റെ മഞ്ഞളും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം സാമ്പാർ പൊടി, ഈസ്റ്റേൺ സാമ്പാർ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മുടെ പഴയ രീതിയിൽ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാറല്ല ഇത്. ഞാൻ സാമ്പാർ പൊടി ഇട്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാറാണിത്. നല്ല ടേസ്റ്റാണ് ഈസ്റ്റേൺ സാമ്പാർ പൊടി ഉള്ള സാമ്പാർ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ പുതിയ ചിരവ വാങ്ങിച്ചത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നല്ല ചിരവയാണ്. പെട്ടെന്ന് നന്നായിട്ട് നമുക്ക് പൊടിയായിട്ട് തിരുമ്മിയെടുക്കാൻ പറ്റും. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് തോരനാണ്. 2-3 ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് തോരൻ വെക്കാമെന്ന് കരുതി. അത് മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ടൊന്ന് വേവിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങ ചതച്ച് അരപ്പിട്ടാൽ മതി. അതെല്ലാവർക്കും അറിയാമല്ലോ. തോരനൊക്കെ വെക്കുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വലിയ വിശദീകരിച്ചൊന്നും പറയാത്തത്. കടുവറുത്തിട്ടതിന് ശേഷം മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടൊന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക. ഒരു പകുതി വേവെത്തുമ്പോൾ നമ്മൾ ജീരകവും വെളുത്തുള്ളിയും അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് ചതച്ച് അതിനകത്തിട്ട് ഇളക്കിയാൽ മതി. അങ്ങനെയാണ് ഏത്തക്ക തോരൻ. ഏത്തക്ക മാത്രമല്ല, പാളയംതോടൻ കായാലും ഞാലിപ്പൂവൻ കായാലും ഒക്കെ പച്ചയ്ക്ക് നമ്മളിങ്ങനെ തോരൻ വെക്കുന്നത് ഉടച്ച് കറി വെക്കാനും ഒക്കെ നല്ലതാണ്. ഇതിപ്പോൾ ഏത്തക്കയാണ്. 2-3-4 അവിടെ ഇരുന്നതാണ്. അതെടുത്ത് ഞാൻ തോരൻ വെച്ചു. ഇനി ഒരു മെഴുക്കുവരട്ടി പോലത്തെ ഒരു കറിയും കൂടെ വെക്കുന്നുണ്ട്. അത് ഫ്രിഡ്ജിനകത്തിരുന്ന എല്ലാ സാധനങ്ങളും കൂടെ ചേർത്തിട്ട് ഒരു ചെറിയൊരു തോരനാണെന്നോ ചോദിച്ചാൽ അല്ല, മെഴുക്കുവരട്ടിയാണെന്നോ ചോദിച്ചാൽ അങ്ങനെ ഒരു കറിയാണ്. പച്ചമുളകും പച്ചത്തേങ്ങയും മാത്രം ഇട്ടിട്ട് ഇതിനകത്ത് അമരക്കയുണ്ട്, ബീൻസുണ്ട്, 2-3 പച്ചക്കറികളുണ്ട്. എല്ലാം കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ട് ചെറുതായിട്ടൊരു മെഴുക്കുവരട്ടി അല്ല, തോരനും അല്ലാതെ പച്ചമുളക് മാത്രം കീറിയിട്ട് കൊച്ചുള്ളി ഇട്ടൊരു തോരനാണ് ഉണ്ടാക്കിയത്. അങ്ങനെ തോരനും ബീൻസൊക്കെ കൂടെ ഉള്ള മെഴുക്കുവരട്ടിയും റെഡിയായിട്ടുണ്ട്. നമ്മൾ തേങ്ങ ഒരുപാട് മസാലയൊക്കെ ചതച്ചിടുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ മെഴുക്കുവരട്ടി. അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടവുമാണ്. അതുകൊണ്ട് അതുണ്ടാക്കാമെന്ന് കരുതി. പിന്നീട് ചോറ് പൊതിയുന്നുണ്ട്. ഇത് ഞാൻ ഇന്നൊരു യാത്ര പോകുന്നുണ്ട്. അതിന് വേണ്ടി കൊണ്ടുപോകാൻ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് പൊതിയുന്നത്. ഗുരുവായൂർ വരെ പോകുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് പൊതിഞ്ഞതാണ്. അതുകൊണ്ട് ഇന്ന് അതുകൊണ്ട് മീനൊന്നും ഇല്ല. ഇന്നലെ മുതലേ വ്രതമായിരുന്നു. അന്നേരം ഇന്ന് ചോറൊക്കെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ മീനൊന്നും കഴിക്കാതാണല്ലോ പോകേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഇന്നലെ മീനും കൂട്ടിയിട്ടില്ല. ഇന്ന് അങ്ങനത്തെ വ്രതമായിട്ടാണ് പോകുന്നത്. അങ്ങനെ തോരനും ചമ്മന്തിയും നമ്മുടെ മറ്റേ ബീൻസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള മെഴുക്കുവരട്ടിയും റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ പൊതിഞ്ഞെടുത്തു. ട്രെയിനിലെ ആഹാരമൊന്നും കൊള്ളത്തില്ലല്ലോ. അത് കഴിച്ചിട്ട് വയറിന് വല്ല അസുഖം ഉണ്ടാകേണ്ട. നമുക്ക് പൊതിച്ചോറായിട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. പുനലൂരിൽ നിന്നാണ് ട്രെയിൻ. വൈകിട്ട് 6 മണിക്കുള്ള ട്രെയിനിലാണ് പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും നമ്മൾ ഗുരുവായൂരിലെത്തും. അങ്ങനെ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുളിച്ചൊരുങ്ങി റെഡിയായാൽ മാത്രം മതി. ഞാൻ രാവിലെ കുളിച്ചു. പിന്നെ ഇനി ഒന്നും കൂടെ ഒന്ന് കുളിച്ച് റെഡി ആവാനുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് ട്രെയിനിൽ ഇരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഗുരുവായൂർ പോകാനുള്ള റെഡിയായി പോവുകയാണ്. ഞങ്ങളുടെ വീട്ടിനടുത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട്. ബസ്സിൽ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടുന്ന് ട്രെയിനിലാണ് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു കസിൻ സിസ്റ്ററും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ചേർന്ന് പോവുകയാണ്. അവൾ എല്ലാ മാസവും ഗുരുവായൂർ പോകുന്ന കുട്ടിയാണ്. അവൾക്ക് നല്ലോണം വഴി അറിയാം, പോകുന്ന ഇതെല്ലാം അറിയാം. അങ്ങനെ അവളുടെ കൂട്ടത്തിലാണ് ഞാനും പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് സമയം നിന്നപ്പോൾ തന്നെ ട്രെയിൻ വന്നു. അങ്ങനെ ട്രെയിനിൽ കയറി ഗുരുവായൂരിലോട്ട് പോയി. ഇനി ഗുരുവായൂരിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കൂടെ ചേർത്തിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,